ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി അറബ് ലോകം ദോഹയിലേക്ക് അടിയന്തര ഉച്ചകോടിക്കായി രാഷ്ട്ര നേതാക്കൾ ഖത്തറിൽ എത്തി തുടങ്ങി. ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തിന് എന്ത് മറുപടി നൽകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ദോഹയിൽ സമ്മേളിക്കുന്നത്. MCA നാസർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MCA, ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് ആദ്യം നടക്കുന്നത്. അതിന്റെ അജണ്ട എന്താണ് MCA? ഈ ഉച്ചകോടിയിൽ എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്ന കാര്യത്തിൽ ഈ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം എത്ര കണ്ട് പ്രധാനപ്പെട്ടവും നിർണായകവുമാണ്? സൈഫുദ്ദീൻ, ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് ഇന്ന് ചേരുന്ന വിദേശകാര്യമന്ത്രിമാരുടെ ഈ സമ്മേളനം. കാരണം ഈ നാളെ നടക്കാൻ പോകുന്ന അറബ് മുസ്ലിം നേതൃത്വത്തിന്റെ ഈ യോഗത്തിൽ ഏത് നിലപാട് സ്വീകരിക്കണം ഇനി എങ്ങോട്ട് എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. കാരണം ഗൾഫ് മേഖലയിലേക്ക് ഇസ്രായേലിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. അത് ഇനിയും ഉണ്ടായേക്കുമെന്ന ഒരു സൂചന കൂടി ഇന്നലെ നെതന്യാഹു നൽകുന്നുണ്ട്. കാരണം ഖത്തറിൽ തങ്ങുന്ന ഹമാസ് നേതൃത്വമാണ് ഈ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും വിലങ്ങുതടിയായി നിൽക്കുന്നത്. അവരെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു വെടിനിർത്തലിലേക്ക്, യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ പോകൂ എന്ന് നെതന്യാഹു പറയുമ്പോൾ, ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ തരിമ്പും അദ്ദേഹത്തിന് കുറ്റബോധമില്ല. മറിച്ച് വീണ്ടും അത്തരം ആക്രമണങ്ങൾക്കുള്ള സാധ്യത കൂടി നെതന്യാഹു തുറന്നിടുകയാണ്. ഇത് മാത്രമല്ല, ലെബനാനിലേക്കും സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ട് ഇസ്രായേൽ മാറുന്നതായിട്ടുള്ള ഒരു തിരിച്ചറിവിലേക്ക് അറബ് മുസ്ലിം ലോകം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ എത്ര ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തലായിരിക്കും ഈ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. തങ്ങളുടെ സുരക്ഷാ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചില മാർഗരേഖകൾ, ചില മുന്നറിയിപ്പുകൾ അമേരിക്കക്ക് നൽകണം എന്ന് തന്നെയാണ് പൊതുവായി രൂപപ്പെട്ടിരിക്കുന്ന തീരുമാനം. ഒരു ഏകോപിതമായിട്ടുള്ള ഒരു നീക്കം 57 മുസ്ലിം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അത് മാത്രമാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നീക്കം എന്നൊരു തിരിച്ചറിവിലേക്കും ഈ രാജ്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. കാരണം മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ തുടക്കം കുറിച്ച സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് അനുകൂലമായി 142 രാജ്യങ്ങൾ രംഗത്ത് വന്നതും ഈ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ കരുത്ത് പകരുന്നുണ്ട്. അതേസമയം അമേരിക്ക ഇപ്പോൾ പോലും തുടരുന്ന ഈ ഇസ്രായേൽ പക്ഷപാതിത്വം കലർന്ന തികച്ചും ഏകപക്ഷീയ സ്വഭാവത്തിലുള്ള ഈ നിലപാട്, അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച തികഞ്ഞ അവ്യക്തതയും ഈ അറബ് മുസ്ലിം നേതൃത്വം ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില കണിശമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഏകോപിച്ച നടപടികൾ സംബന്ധിച്ച ഒരു പ്രമേയം ഇത് പാസാക്കി ആയിരിക്കും ഈ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാവുക. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നത് തീർപ്പിലേക്കും ഏറെക്കുറെ വിദേശകാര്യമന്ത്രിമാർ എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.